വെൽക്കം ടു ഡ്രീം ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സിലെ 10ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പലിശ, അതായത് ഇൻട്രസ്റ്റ്. ബാങ്കിൽ നിന്നൊക്കെ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ലോൺ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് വരും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആവും. ഈ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ വരുന്ന ചില ബേസിക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഏതൊക്കെ ടൈപ്പാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു യൂണിറ്റിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു വരുന്ന പോലെ തന്നെ മെയിനായിട്ട് പ്രധാനമായിട്ടും ഇൻട്രസ്റ്റ് 2 ടൈപ്പാണുള്ളത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് 2 ടൈപ്പാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമുക്ക് ഈ 2 ടൈപ്പ് ഇൻട്രസ്റ്റുകളെ പറ്റിയാണ് പഠിക്കാനുള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതും അതിൽ ചില കാൽക്കുലേഷൻസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്, അതിലെ ചില കാൽക്കുലേഷൻസ് ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദി ഒറിജിനൽ എമൗണ്ട് ബോറോഡ് ദസ് for the entire period of computation. Interest is calculated on the principal amount. അതായത് നമ്മളൊരു പ്രിൻസിപ്പൽ എമൗണ്ടിന് മാത്രമായിട്ട് നമ്മൾ എത്ര കാലമാണോ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്, എത്ര കാലമാണോ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പോഴൊക്കെ ഈ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ടിന് മാത്രമായിരിക്കും. ഓക്കെ, അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, ഈ 1000 രൂപക്കായിരിക്കും പിന്നെ അങ്ങോട്ട് എല്ലാ കാലത്തും ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് നമ്മുടെ പൈസ കൂടുന്നതിനനുസരിച്ച്, അതായത് ഇൻട്രസ്റ്റ് വന്ന് നമ്മുടെ പൈസ കൂടുന്നതിനനുസരിച്ചുള്ള എമൗണ്ടിന് ഇൻട്രസ്റ്റ് കയറാതെ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 1000-ന് മാത്രം ഓരോ തവണയും ആ 1000-ന്റെ ബേസിൽ ഇൻട്രസ്റ്റ് കയറി വരുന്നതിനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു എത്ര പീരീഡിനാണോ ഡെപ്പോസിറ്റ് ചെയ്തത് ആ എൻ്റെ പീരീഡിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിലായിരിക്കും, പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ബേസിലായിരിക്കും. ഈ ഒരു ടൈപ്പ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. അതായത് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ബേസിൽ എൻ്റയർ പീരീഡിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടൈമിലൊക്കെ ആ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ആ എമൗണ്ടിൻ്റെ ബേസിലായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. ഈ ഒരു ടൈപ്പ് ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, ഇൻട്രസ്റ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്, പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം. ഓക്കെ, അതായത് പി ഇൻറ്റു ആർ ഇൻറ്റു ടി, പി ആർ ടി എന്ന് പഠിച്ചാൽ മതി. ഐ ഈക്വൽ ടു പി ആർ ടി. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഐ ഈക്വൽ ടു പി ആർ ടി ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ എത്ര എമൗണ്ട് ആണോ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, നമ്മളെ പ്രിൻസിപ്പൽ എത്രയാണോ അതിനാണ് പി എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ്, അതായത് ആ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളതാണ് ആറ്. മിക്കവാറും അത് നമുക്ക് പെർസെൻറ്റേജിലായിരിക്കും തരിക, പക്ഷെ നമ്മൾ അതിനെ പ്രൊപ്പോർഷനിലേക്ക് മാറ്റണം. അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുള്ളത് ചേഞ്ച് വരുത്തണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് പി ആർ ടി ആണ്. സിമ്പിളായിട്ട് പി ആർ ടി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അതാണ് പി ആർ ടി. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ്, ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എത്രയാണോ അതാണ് ആർ എന്നുള്ള ലെറ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ, ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടി എന്ന് പറയുന്ന എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ ടൈം. സോ ഇതാണ് ഈ 3 ലെറ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് പി ആർ ടി. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞു പി ആർ ടി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എമൗണ്ട്, അതായത് ഒരു ഫിക്സ്ഡ് ടൈം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എത്രയാണ്, അതായത് ഒരു 1 ഇയർ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫിക്സ്ഡ് മണി ഒരു
ഡെപ്പോസിറ്റ് ചെയ്തു, നമുക്ക് അതിന് ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ലഭിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ഇയർ കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ മണി, അതായത് നമ്മളെ പ്രിൻസിപ്പളും ഇൻക്ലൂഡഡ് ആക്കിയിട്ട് നമുക്ക് ഇനി ബാങ്കിൽ നിന്ന് മൊത്തം എത്രയാണോ തിരിച്ച് കിട്ടാനുള്ളത് ആ ഒരു എമൗണ്ട്, മൊത്തത്തിലുള്ള ആ ഒരു എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതിനാണ് ഈ ഒരു ഫോർമുല കൊടുത്തിട്ടുള്ളത്. അതായത് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്, നമുക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടാനുള്ളത് അതും നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ നമുക്ക് ഫൈനലായിട്ട് എത്ര വിഡ്രോ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എത്ര നമുക്ക് തരാനുണ്ട് എന്നുള്ള ആ ഒരു എമൗണ്ട് കിട്ടും. ഞാൻ ഈ ഒരു രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്, അത് P × R × T ആണ്. ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, P × R × T ആണ്. ഓക്കെ, അപ്പോൾ P × R × T ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് ഈ ഐൻ്റെ പകരം എന്ത് കൊടുക്കുകയാണ്, P × R × T. അതിന് നമുക്കറിയാം ഈ രണ്ട് ഫോമിലും P കോമൺ ആണ്. P കോമൺ ആയതുകൊണ്ട് എനിക്ക് Pനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. സോ ഈ ഒരു ഫോർമുല എങ്ങനെ മാറും, P × 1 + RT. ഇവിടുന്ന് P പോയാൽ പിന്നെ 1, ഇവിടെ P പോയാൽ RT. സോ ഈ ഒരു രീതിയിലും നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം, എമൗണ്ട്, ഫൈനൽ എമൗണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ മനസ്സിലാക്കേണ്ട കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല PRT ആണ്. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പീരീഡിനാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഒരു ടൈമിനാണ് T എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് എത്ര എമൗണ്ട് വിഡ്രോ ചെയ്യാൻ കഴിയും, ടോട്ടൽ എത്ര എമൗണ്ട് നമുക്ക് ഇനി കിട്ടാനുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് P+I. അതായത് നമ്മുടെ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും തമ്മിൽ പ്ലസ് ചെയ്യുക. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെറുതായിട്ട് മാറ്റി എഴുതാം, P × 1 + RT. സോ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് എന്ത് ചെയ്യാം, അടുത്ത് പോവാം. നമുക്ക് ഇതിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ടു ബൈ എ ന്യൂ കാർ രമേശ് ബോറോഡ് ₹5 lakh at 8% സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 3 years. ഹൗ മച്ച് ഇൻട്രസ്റ്റ് ഹി വിൽ പേ ആണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഇൻട്രസ്റ്റ് ഹി വിൽ പേ. അതായത് രമേശ് ഒരു പുതിയ കാർ മേടിക്കാൻ എന്ത് ചെയ്തു, 5 ലക്ഷം രൂപ ലോൺ എടുത്തു. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് എടുത്തത്, 8% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, 5 ലക്ഷം രൂപ ലോൺ എടുത്തതിൽ 8% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അദ്ദേഹം ലോൺ എടുത്തത് ഒരു 3 years കാലാവധിക്കാണ്, ഫോർ 3 yearsനാണ് ആ ഒരു ലോൺ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ സിമ്പിളാണ്, ഹൗ മച്ച് ഇൻട്രസ്റ്റ് യു വിൽ പേ. അദ്ദേഹം ആ ഒരു 3 വർഷം കഴിയുമ്പോഴത്തേന് എത്ര ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും, എത്രയാണ് അദ്ദേഹത്തിന് വരുന്ന ആ ഒരു പലിശ, ഇൻട്രസ്റ്റ് എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരത്തിൽ വരിക എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല നേരത്തെ നമ്മൾ പഠിച്ചു, PRT. ഓക്കെ, P എന്ന് പറഞ്ഞാൽ എന്താണ്, P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ഫോർമുല പഠിച്ചാൽ മതി, സിമ്പിളാണ്. ഇതിലെ കാൽക്കുലേഷൻ സിമ്പിളാണ്. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം, പീരിയഡ് ഓഫ് ടൈം ഇൻവെസ്റ്റഡോ ടൈമിൽ ലോണോ എന്താ വെച്ചാൽ അത്, അതായത് എത്ര ടൈമിനാണോ എടുത്തത് അല്ലെങ്കിൽ എത്ര ടൈമാണോ ആ ഒരു കാലാവധി, അതാണ് T. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ P വരുന്നത് എത്രയാണ്, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, 5 lakh ആണ്. 5 lakh. സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്. R എന്താ വരുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് 8%ലാണ് അദ്ദേഹത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, പെർസെൻറ്റേജിൽ തന്നാൽ നമ്മൾ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോയിന്റ് വരുന്ന മറ്റൊരു വാല്യൂയിലേക്ക് മാറ്റണം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു മെഷറിന് നമുക്ക് കാൽക്കുലേഷൻ പോസിബിൾ അല്ല ഈ ഒരു ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജിൽ വെച്ച്. അപ്പോൾ നമ്മളതിനെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പുതിയൊരു വാല്യൂയിലേക്ക് മാറ്റും. അതായത് റേറ്റിന് എങ്ങനെ മാറ്റുക, 8/100, അതായത് 0.08. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു വാല്യൂ ആണ് ആറിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി നെക്സ്റ്റ് T ആണ്. T എന്ന് പറഞ്ഞാൽ ടൈം, എത്ര വർഷത്തിനാണ് അദ്ദേഹം ലോൺ എടുത്തത്, ഫോർ 3 years ആണ്. സോ T വരുന്നത് 3 ആണ്. ഇനി സംഭവം സിമ്പിളാണ്, ജസ്റ്റ് കാൽക്കുലേഷൻ്റെ ആവശ്യമുള്ളൂ. സോ I വരുന്നത് എന്താണ്, P × R × T. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5 lakh ആണ്. ഓക്കെ, 5 lakh × R എത്രയാണ്, 0.08. T എത്രയാണ്,
3. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു വാല്യൂ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള വാല്യൂ ആണ് ഇത് വരുന്നത്. 1,20,000 ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ അദ്ദേഹം 3 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഇനത്തിൽ മാത്രം കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 1,20,000 ആണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും വണ്ടിയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എത്രയും വലിയൊരു ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് വരും, സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കിന് ഇത്രയും വലിയൊരു ഇൻട്രസ്റ്റ് നമ്മൾ ആ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, 8% എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കേസിലാണെങ്കിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കുക, എത്ര ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഫൈനലായിട്ട് നമുക്ക് മൊത്തം എത്ര രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, എത്ര രീതിയിലാണ്, എത്ര എമൗണ്ട് ആണ്, ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് വരുമോ ഇൻട്രസ്റ്റ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഈ രീതിയിലാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഡെപ്പോസിറ്റ് 1,50,000 to a bank at 9.8% interest. Find the total interest that he will receive at the end of 5 years. Also find the amount he will get. ഓക്കെ, അതായത് ഇത്രയാണ്. ആദിത്യ 1,50,000 രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. 9.8 ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. 9.8 ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. 5 വർഷം കഴിയുമ്പോൾ 5 ഇയേഴ്സ്, ആഫ്റ്റർ 5 ഇയേഴ്സ് നമുക്ക് വേണ്ട ഡാറ്റാസ് ഇതൊക്കെയാണ്. ആഫ്റ്റർ 5 ഇയേഴ്സ് ഇൻട്രസ്റ്റ് എത്ര റിസീവ് ചെയ്യും, ടോട്ടൽ എമൗണ്ട് എത്ര റിസീവ് ചെയ്യും, അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, നേരത്തെ പോലെ തന്നെ I = PRT. ഓക്കെ, പി എത്രയാണ്, പി 1,50,000 ആണ്. ഓക്കെ, ആർ എത്രയാണ്, 9.8%, അതായത് 9.8/100 വരും, അത് 0.98 ആണ്. ഓക്കെ, ആറ് വരുന്നത് 0.98 ആണ് വരുന്നത്. 0.98 അല്ല, സോറി, ഓക്കെ, 0.098. ഓക്കെ, 0.098 ആണ് ആറ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ടൈം, ടി എത്ര തന്നിട്ടുണ്ട്, ടി എത്ര വർഷത്തിനാണ് ഡെപ്പോസിറ്റ് ചെയ്തത്, 5 ഇയേഴ്സ് ആണ്. അപ്പോൾ ടി വരുന്നത് 5 ഇയേഴ്സ് ആണ്. ടി വരുന്നത് 5 ഇയേഴ്സ് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന 2 ഡാറ്റയാണ്. ഒന്ന് ഐ കണ്ടുപിടിക്കണം, പിന്നെ എ കണ്ടുപിടിക്കണം. കാരണം നമ്മൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടണ ആ ഇൻട്രസ്റ്റ് അടക്കം ഇൻക്ലൂഡഡ് ആയിട്ട് നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി ബോത്ത് ഓഫ് ദം, അതായത് രണ്ടും കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് പറഞ്ഞല്ലോ, എമൗണ്ട് നമുക്ക് ഫൈനലായിട്ട് ബാങ്കിൽ നിന്ന് കിട്ടണം, അതും കണ്ടുപിടിക്കണം. സോ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് വരുന്നത്, ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമുക്കറിയാം, PRT ആണ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് 1,50,000. സോ വിൽ ബി y = 1,50,000 ഇൻറ്റു ആർ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 0.098. സോ 0.098 ഇൻറ്റു ടൈം he deposited for a period of 5 years. So the time will be 5 years. Okay, 5. So നമ്മളിത് കാൽക്കുലേറ്ററിൽ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ പ്രോപ്പറായിട്ട് കിട്ടും. അത് വരുന്നത് 73,500 rupees ആണ്. അതായത് 73,500 rupees ആണ് ഇത് വരുന്നത്, ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 73,500 rupees ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ആ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടി 5 ഇയേഴ്സ് കഴിയുമ്പോൾ ഈ 1,50,000 rupeesന് ആദ്യത്തേക്ക് തിരിച്ചു കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്, ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 73,500 ആണ്. ഓക്കെ, 73,500 രൂപയാണ് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര എമൗണ്ട്, ആ പ്രിൻസിപ്പളും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളതാണ്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് P+I. അതായത് നമുക്ക് ഇപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഇനത്തിലും ഇതാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് തിരിച്ചു കിട്ടണം. അപ്പോൾ എന്ത് വരും, എമൗണ്ട് = 1,50,000 + 73,500. അത് വരും, അതിൻ്റെ വാല്യൂ വരുന്നത് 223,500. ഓക്കെ, സോ ഇതായിരിക്കും ആദ്യത്തേക്ക് ഫൈനലായിട്ട് അവസാനമായിട്ട് 5 വർഷം കഴിഞ്ഞ് ബാങ്കിലേക്ക് ചെന്ന് തിരിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ തിരിച്ചു കിട്ടാൻ പോകുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,23,500 rupees ആയിരിക്കും. സോ ഈ രീതിയിലാണ് നമ്മൾ ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും അതിൽ വരുന്ന ഫൈനലായിട്ട് വരുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തത്. കുറച്ചുകൂടി പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ ടെക്സ്റ്റിൽ, നമുക്ക് അതും കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞുകൊടുക്കുന്നത്. അതിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലെ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
Himanshi lends rupees 45,000 to Rama. Find the time required for this amount to yield rupees 9,900 in simple interest at 11% per annum. അതായത് ഒരു വർഷം 11% ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഈ 45,000 റുപ്പീസ് 9,900 രൂപ ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അത് സംഭവം സിമ്പിളാണ്. ഹിമാൻഷി നമുക്ക് 45,000 രൂപ കൊടുക്കുകയാണ്. തിരിച്ചു തരുന്ന രീതിയിൽ 45,000 രൂപ കൊടുക്കുമ്പോൾ രമ ഹിമാൻഷിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, 11% ആണ് ഇൻട്രസ്റ്റിന്റെ റേറ്റ്. ആ ഒരു റേറ്റ് വെച്ചിട്ട് ഈ 45,000 രൂപയിൽ നിന്ന് ഹിമാൻഷിക്ക് 9,900 രൂപ 9,900 റുപ്പീസ് ഇൻട്രസ്റ്റ് ഇനത്തിൽ മാത്രം കിട്ടണമെങ്കിൽ എത്ര കാലം എടുക്കും, എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും എഴുതി വെക്കാം. ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? P 45,000 ആണ്. ഇതാണ് നമ്മുടെ P, ഇതാണ് നമ്മുടെ I, ഇത് നമ്മുടെ R. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ 6 തന്നിട്ടുണ്ട്. 6 എത്രയാണ്? 11% ആണ്. അതായത് 11/100 ഈക്വൽ ടു 0.11. 0.11 ആണ് നമ്മൾ എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഇതെന്താണ്? ഇത് I ആണ്. 9,900 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഹിമാൻഷിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കിട്ടണം? 9,900 റുപ്പീസ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഹിമാൻഷി എത്ര കാലം വെയിറ്റ് ചെയ്യണം, എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? I = PRT. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ I നമുക്ക് തന്നിട്ടുണ്ട് 9,900, P നമുക്കറിയാവുന്നതാണ് 45,000, R നമുക്കറിയാവുന്നതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 0.11. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ വരും? 9,900 ഈക്വൽ ടു പ്രിൻസിപ്പൽ 45,000 ഇൻറ്റു 0.11 ഇൻറ്റു T. ഈ രീതിയിലായിരിക്കും വരുന്നത്. പിന്നെ T എന്ത് വരും? T ഈക്വൽ ടു ഈ ഒരു ഡാറ്റ നമ്മൾ ഈ ഒരു നമ്പറിനെ നമ്മൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഡിവിഷൻ ആയി വരും. അപ്പം എങ്ങനെ വരും? 9,900 ഡിവൈഡഡ് ബൈ 45,000 ഇൻറ്റു 0.11. ഇതായിരിക്കും ആ വാല്യൂ വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. നമുക്ക് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത് 2 ആയിരിക്കും. അപ്പോൾ ഹിമാൻഷിക്ക് ഈ ഒരു 45,000 റുപ്പീസ് നമുക്ക് 11% ആനുവലി 11% ഇൻട്രസ്റ്റ് റേറ്റിന് 45,000 റുപ്പീസ് കൊടുക്കുമ്പോൾ 9,900 റുപ്പീസ് ഇൻട്രസ്റ്റ് ഇനത്തിൽ തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര വർഷം ഹിമാൻഷി വെയിറ്റ് ചെയ്യണം? 2 years ഹിമാൻഷി എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ചോദ്യം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ എ സം ബി ഡബിൾ ഓഫ് ഇറ്റ്സെൽഫ് അറ്റ് 5% സിമ്പിൾ ഇൻട്രസ്റ്റ്? അതായത് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത് 5% സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ എത്ര വർഷം എടുക്കണം അത് ഡബിൾ ആവണം എന്നുണ്ടെങ്കിൽ? അതായത് ഇപ്പോൾ 100 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തു 5% ഇൻട്രസ്റ്റിൽ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ അത് 200 ആവണമെങ്കിൽ എത്ര ടൈം ഞാൻ വെയിറ്റ് ചെയ്യണം എന്നാണ് ഉള്ള ചോദ്യം. അപ്പോൾ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിന് ഞാൻ P എന്ന് എടുക്കുക. എനിക്കത് എന്താവുന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്? P എന്നുള്ളത് 2P, ഡബിൾ ആവാനുള്ള ടൈം. അതായത് റേറ്റ് എത്ര തന്നിട്ടുണ്ട്? 5%, അതായത് 0.05 ആണ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് വരുന്നത്. 0.05. ഇനി ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. എൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്താവണം? പ്രിൻസിപ്പൽ എമൗണ്ട് എനിക്ക് ഡബിൾ ആവണം. പ്രിൻസിപ്പൽ എമൗണ്ട് ഡബിൾ എന്നല്ല, പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള റിട്ടേൺ ഈ എമൗണ്ടിന്റെ ഡബിൾ ആവണം. ഇൻട്രസ്റ്റ് അടക്കമുള്ള റിട്ടേൺ ഈ എമൗണ്ടിന്റെ ഡബിൾ ആവണമെങ്കിൽ ഞാൻ എത്ര കാലം വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ P എന്താവണം? 2P ആവണം. P എന്താവണം? 2P ആവണം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ ഒരു ഫൈനൽ എമൗണ്ട് ആണല്ലോ ഈ 2P ആവേണ്ടത്. ഇപ്പോൾ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് അടക്കം എനിക്ക് 200 രൂപ റിട്ടേൺ കിട്ടണമെങ്കിൽ എത്ര കാലം ഞാൻ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2P കണ്ടുപിടിക്കാൻ നമുക്ക് ഫൈനലായിട്ടുള്ള റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാവുന്നതാണ്. കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് P × 1 + RT. P
പി ഇൻറ്റു 1 പ്ലസ് ആർ ടി. ഈ ഒരു എ എന്താവണം, നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടേണ്ട എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പലിന്റെ ഡബിൾ ആവണം. അപ്പോൾ പിന്റെ ഡബിൾ ആവണം നമുക്ക് എ. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു എന്താവണം 2p. അപ്പോൾ 2p ഈക്വൽ ടു എ ഈക്വൽ ടു എന്ത് വരും, എ ഈക്വൽ ടു 2p വരും. അപ്പോൾ 2p ഈക്വൽ ടു എന്ത് വരും, പി ഇൻറ്റു 1 പ്ലസ് ആർ ടി. ഈ പിനെ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 2p ബൈ പി ഈക്വൽ ടു 1 പ്ലസ് ആർ ടി. സോ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് 2 ഈക്വൽ ടു 1 പ്ലസ് ആർ ടി. 2 ഈക്വൽ ടു എന്ത് വരും, 2 ഈക്വൽ ടു 1 പ്ലസ് ആർ ടി. ഇനി നമ്മുടെ ആർ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആർ നമുക്കറിയാവുന്നതാണ്, ആർ 0.05 ആണ്. സോ 2 ഈക്വൽ ടു 1 പ്ലസ് 0.05 ഇൻറ്റു ടി. ഇനി 1നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 2 മൈനസ് 1 ഈക്വൽ ടു 0.05 ഇൻറ്റു ടി. അതായത് 1 ഈക്വൽ ടു 0.05 ഇൻറ്റു ടി. അതായത് ടി ഈക്വൽ ടു 1 ബൈ 0.05. ടി ഈക്വൽ ടു 1 ബൈ 0.05. അതിൻ്റെ ആൻസർ വരുന്നത് 1 ബൈ 0.05 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. 20 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതിന് മീൻ ചെയ്യുന്നത് നമ്മളൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5% ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെർ ആനും 5% സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നമ്മൾ നമ്മുടെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഡബിളായിട്ട് നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ എത്ര വർഷം വെയിറ്റ് ചെയ്യണം, 20 ഇയേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 100 രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു, 5% പെർ ആനം ഇൻട്രസ്റ്റിൽ. അതിനാണെങ്കിൽ ഞാനത് 200 എനിക്ക് മൊത്തം തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും അടക്കം 200 രൂപ ആയിട്ട് മൊത്തം തിരിച്ച് കിട്ടണമെങ്കിൽ ഞാൻ എത്ര വർഷം വെയിറ്റ് ചെയ്യണം, 20 ഇയേഴ്സ് എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. സോ ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ 4 ക്വസ്റ്റ്യൻ ആയി, നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ പ്രധാനമായിട്ടും നമുക്ക് ഇനി ടെക്സ്റ്റിൽ 3 ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. 3 ടൈപ്പ് ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞാൽ, ഈ ഒരു 3 കൂടി കഴിഞ്ഞാൽ നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തീരും. പിന്നെ നമുക്ക് വരുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സം ഓഫ് റുപ്പീസ് 1,20,000 was lent out for 2 years at simple interest. The lender got rupees 1,53,600 in all. Find the rate of interest per annum. ഓക്കെ, അപ്പോൾ ചോദ്യം സിമ്പിളാണ്. അതായത് ഒരാൾ 1,20,20,000 രൂപ എന്ത് ചെയ്തു, വായ്പ കൊടുത്തു. അല്ലെങ്കിൽ 1,20,000 രൂപ വായ്പ കൊടുത്തു. അയാൾക്ക് 2 വർഷത്തിന് ശേഷം എത്ര രൂപ തിരിച്ചു കിട്ടി, 1,53,600 രൂപ തിരിച്ചു കിട്ടി മൊത്തം. അതായത് തിരിച്ചു കിട്ടി പറയുമ്പോൾ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും അടക്കം മൊത്തത്തിൽ കിട്ടിയ എമൗണ്ട്, ഫൈനൽ എമൗണ്ട് ആണ് ഈ 1,53,600 എന്ന് പറയുന്നത്. 2 വർഷത്തിന് ശേഷം തിരിച്ചു കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ചോദ്യം സിമ്പിളാണ്. അദ്ദേഹത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, അതായത് എത്ര പലിശക്കാണ് അദ്ദേഹം പൈസ വായ്പ കൊടുത്തിട്ടുള്ളത്, ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എമൗണ്ടിൻ്റെ ഫൈനൽ എമൗണ്ട് തന്നിട്ടുണ്ട്. ഫൈനൽ എമൗണ്ട് എത്രയാണ്, 1,53,600 രൂപയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, പി എത്രയാണ്, 1,20,000 രൂപയാണ്. പിന്നെ ടി എത്രയാണ്, 2 ഇയേഴ്സ് ആണ്. 2 വർഷത്തിനാണ് അദ്ദേഹം ആ ഒരു എമൗണ്ട് പുറത്തേക്ക് കൊടുത്തത്, വായ്പ കൊടുത്തത്. ഇനി അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടുപിടിക്കണം നമുക്ക്. അദ്ദേഹത്തിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഫൈനൽ എമൗണ്ടിൻ്റെ ആ ഒരു ഫോർമുല ഉണ്ടായിരുന്നല്ലോ, എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ടി. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ എത്രയാണെന്നുള്ള നമുക്കറിയാം, 1,53,600 ഈക്വൽ ടു പി എത്രയാണ്, 1,20,000 ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയില്ല, 2. ഇതാണ് വാല്യൂ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഇതിനെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും, 1,53,600 ഡിവൈഡഡ് ബൈ 1,20,000 ഈക്വൽ ടു 1 പ്ലസ് 2r. അങ്ങനെയാണെങ്കിൽ ഇതിനെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനെ മാറ്റുമ്പോൾ 1,53,600 ഡിവൈഡഡ് ബൈ 1,20,000 മൈനസ് 1 ഈക്വൽ ടു 2r. ഈ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ
ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇതിനെ മറ്റൊരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, അതായത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വരും 1,53,600 ഈക്വൽ ടു ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,20,000 പ്ലസ് 2,40,000 6 ഇതായിരിക്കും വരാൻ പോകുന്നത്. 1,20,000 പ്ലസ് 2,40,000 6. ഓക്കെ, ഇതായിരിക്കും ഒരു കാൽക്കുലേഷൻ വരാൻ പോകുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 1,20,000 അങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും, 1,53,600 മൈനസ് 1,20,000 ഈക്വൽ ടു 2,406. ഇതിൻ്റെ വാല്യൂ വരുന്നത് 33,600 സോ 6 ഈക്വൽ ടു എന്ത് വരും, 33,600 ഡിവൈഡഡ് ബൈ 2,40,000. ഇത് കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ മതി. കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ അതിൻ്റെ 6 വരുന്നത് 0.14 ആണ്. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 0.14 ആണ്. ഇനി പെർസെൻറ്റേജ് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0.14 ഇൻറ്റു 100, അതായത് 14% ആണ് എന്ത് വരുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് സംഭവം സിമ്പിളാണ്. അദ്ദേഹം 1,20,000 രൂപ വായ്പ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് 1,53,600 രൂപ 2 വർഷം കൊണ്ട് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യണം, 14% പെർ ആനം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണക്കിൽ 14% ചാർജ് ചെയ്താലേ അദ്ദേഹത്തിന് ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യുള്ളൂ, തിരിച്ചു കിട്ടുള്ളൂ. ഓക്കെ, അതായിരുന്നു അടുത്ത ചോദ്യം. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ ദാറ്റ് വിൽ ഈൽഡ് ₹500.50 ആസ് ഇൻട്രസ്റ്റ് ഇൻ 2 years അറ്റ് 5% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് 2 വർഷത്തിന് 5% സിമ്പിൾ ഇൻട്രസ്റ്റിൽ 500.5 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നുള്ളത്. അതായത് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വായ്പ കൊടുക്കുക എന്തെങ്കിലും ചെയ്തു, ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ആ എമൗണ്ടിന് 5% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് 2 വർഷം കഴിയുമ്പോൾ എനിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് 500.50 റുപ്പീസ് റിട്ടേൺസ് ആയിട്ട് ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിളാണ്. നമുക്ക് പി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 6 തന്നിട്ടുണ്ട്, 5% ആണ്, അതായത് 0.05 ആണ്. ഐ കിട്ടിയത് 500.50 ആണ്. ടി എത്രയാണ്, T2 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് എന്താണ്, കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് പി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ കൊടുക്കുക. അത് കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, I = PR/T. അപ്പോൾ ഐ നമുക്കറിയാം. ഐ എത്രയാണ്, 500.50 ഈക്വൽ ടു പി നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ആർ എത്രയാണ്, 0.05. ടി എത്രയാണ്, 2. അപ്പോൾ എന്ത് വരും, 500.50 ഈക്വൽ ടു പി ഇൻറ്റു 0.10. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 0.05 × 2 എന്ന് പറഞ്ഞാൽ 0.10 ആണ്. ഞാൻ 0.10 ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. സോ വരാൻ പോകുന്നത് പി ഈക്വൽ ടു 500.50 ഡിവൈഡഡ് ബൈ 0.10, അതായത് 5,005 രൂപയായിരിക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ലെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോഴായിരിക്കും അദ്ദേഹത്തിന് 5% പെർ ആനം ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് 500.50 റിട്ടേൺസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഈ സെക്ഷനിൽ. അത് ഇതാണ്. ഇൻ ഹൗ മച്ച് ടൈം വിൽ ₹70,000 become 22,100 at 10% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് എത്ര വർഷം കഴിയുമ്പോഴാണ് 17,000 രൂപ 22,100 രൂപയാവുന്നത്? എങ്ങനെ? 10% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റിൽ. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 17,000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. എമൗണ്ട് എത്ര വരണം? 22,100 വരണം. ആർ എത്രയാണ്? 10% ആണ്, അതായത് 0.10. നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്? ടി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഫോർമുല ഉണ്ടല്ലോ, A = P × 1 + RT, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 22,100 ഈക്വൽ ടു പി എന്ത് വരും? 17,000 ×
1 പ്ലസ് 0.10 ഇൻറ്റു ടി വരും. അതായത് 22,100 ഈക്വൽ ടു 17,000 പ്ലസ് 17,000 ഇൻറ്റു 0.10 ടി വരും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി കിട്ടാവുന്നേ ഉള്ളൂ. ടി വരുന്നത് 3 years ആണ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ടി ഈക്വൽ ടു 3 years വരും. ടി ഈക്വൽ ടു 3 years. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ടൈപ്പ് ചോദ്യം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു സെക്ഷനിൽ നമുക്ക് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല PRT ആണ്. I ഈക്വൽ ടു PRT. അതിൽ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, ഐ ഇൻട്രസ്റ്റ് ആണ്, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതിന് നമ്മൾ പെർസെൻറ്റേജിനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പ്രൊപ്പോർഷനിലേക്ക് മാറ്റണം. ടി എന്ന് പറയുന്നത് ടൈമാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫൈനൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്ക് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടി ടോട്ടലായിട്ട് എത്ര എമൗണ്ട് കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? A ഈക്വൽ ടു P+I ആണ്. നമ്മൾ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും തമ്മിൽ എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ 10th യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്തു. അടുത്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൽ തന്നെ അടുത്തൊരു ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഞാൻ ഇത് തുടങ്ങുന്ന മുന്നേ പറഞ്ഞായിരുന്നു, തുടങ്ങുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് ഇൻട്രസ്റ്റിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ അടുത്തൊരു ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് നോക്കാം. ഫസ്റ്റ് ടേം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് എമൗണ്ട് ആൻഡ് ഒറിജിനൽ പ്രിൻസിപ്പൽ എമൗണ്ട്. കോമ്പൗണ്ട് എമൗണ്ടിൻ്റെയും പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെയും ഒറിജിനലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലെൻഡ് ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെയും ഈ ഒരു കോമ്പൗണ്ട് എമൗണ്ട് ഫൈനലായിട്ട് വരുന്ന കോമ്പൗണ്ട് എമൗണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇനത്തിൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് അതിനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് കോമ്പൗണ്ട് എമൗണ്ട്. കോമ്പൗണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഡ്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദി ലാസ്റ്റ് പീരീഡ്. അതായത് അവസാനം നമ്മൾ ആ ഒരു പീരീഡ് ഓഫ് ഡ്യൂറേഷൻ അവസാനിക്കുന്ന ടൈമിൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഫ്രീക്വൻസി ഓഫ് കോമ്പൗണ്ടിങ്. ഫ്രീക്വൻസി ഓഫ് കോമ്പൗണ്ടിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി നമ്പർ ഓഫ് ടൈംസ് ദി ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ എത്ര തവണയാണോ ആ ഇൻട്രസ്റ്റ് നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് എത്ര തവണയാണോ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്, അതിനെയാണ് ഫ്രീക്വൻസി ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ആ നമ്പർ ഓഫ് ടൈംസ് ഒരു വർഷം ഇപ്പോൾ 4 തവണ നമ്മൾ ഇൻട്രസ്റ്റ് കയറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു 4 എന്നുള്ള ആ ഒരു നമ്പറാണ് കോമ്പൗണ്ടിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമ്പൗണ്ടിങ് പീരിയഡ്. കോമ്പൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് ദി ടൈം പീരിയഡ് ഇൻ ബിറ്റ്വീൻ 2 consecutive points in time at which interest is compounded. അതായത് കോമ്പൗണ്ടിങ് പീരിയഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്ത് അടുത്തതിലേക്ക് എത്ര ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള ആ ഒരു പീരിയഡ് ഓഫ് ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? കോമ്പൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും ബേസിക് ആയിട്ടുള്ള ടേംസിനെ പറ്റി നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ. നെക്സ്റ്റ് നമ്മൾ കോമ്പൗണ്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ല കോമ്പൗണ്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് വിച്ച് ഈസ് A ഈക്വൽ ടു P ഇൻറ്റു 1+I ഹോൾ റൈസ് ടു N. A ഈക്വൽ ടു P ഇൻറ്റു 1+I ഹോൾ റൈസ് ടു N. A നമുക്കറിയാം കോമ്പൗണ്ട് എമൗണ്ട് ഫൈനലായിട്ട് വരുന്ന എമൗണ്ട് ആണ്. ഇനി I എന്ന് പറഞ്ഞാൽ R/K ആണ്. I കാണാനുള്ള ഫോർമുല. R എന്ന് പറഞ്ഞാൽ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമ്മൾ എത്രയാണോ ഒരു വർഷത്തിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വെക്കുന്നത് അതാണ് R, ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ് പെർ ഇയർ, അതായത് ഒരു വർഷം നമ്മൾ എത്ര തവണ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻട്രസ്റ്റ്. കോമ്പൗണ്ടിങ് പീരിയഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ടൈം പീരിയഡ് ബിറ്റ്വീൻ 2 consecutive points in ടൈം അറ്റ് വിച്ച് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ്. അതായത് എത്ര തവണ നമ്മൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു നമ്പർ ഓഫ് ഡാറ്റിനെയാണ് കോമ്പൗണ്ടിങ് പീരിയഡ് പെർ ഇയർ, നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ് പെർ ഇയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ഇൻട്രസ്റ്റിനെ ഒരു വർഷത്തിലെ ടോട്ടൽ ഇൻട്രസ്റ്റിനെ എത്ര തവണ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? I കിട്ടും. അതാണ് I. ഓക്കെ, പിന്നെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N കാണാനുള്ള ഫോർമുല K ഇൻറ്റു T ആണ്. ആ സ്മോൾ ലെറ്റർ N ഈക്വൽ ടു K ഇൻറ്റു T ആണ്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ് പെർ ഇയർ ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരിയഡ് പെർ ഇയർ
ഇയേഴ്സ്. ഓക്കെ, ഇതാണ് n കാണാനുള്ള ഫോർമുല. അതായത് കോമ്പൗണ്ടിങ് പീരീഡ് പെർ ഇയർ, ഒരു വർഷത്തിലെ കോമ്പൗണ്ടിങ് പീരീഡ് എത്രയുണ്ടോ അതിനെ എത്ര വർഷത്തിനാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഒരു ഇയർ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, n കിട്ടും. സോ ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, കോമ്പൗണ്ടിങ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം വരുന്ന കോമ്പൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഫൈനലായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് എത്രയാണോ ഫൈനൽ എമൗണ്ട് റിട്ടേൺ ആയിട്ട് വരുന്നത് അതിനെ കണ്ടുപിടിക്കുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ഒരു 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ഒരു ഇത്ര കാലം കഴിയുമ്പോൾ ഒരു ഇത്ര എമൗണ്ട് ഇൻട്രസ്റ്റിൽ, ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൽ നമുക്ക് അതൊരു 110 രൂപയായി. ഓക്കെ, ഇൻട്രസ്റ്റ് കയറുമ്പോൾ 110 രൂപയായി. പിന്നെ ആ 110-നാണ് കൊണ്ട് എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിനാണ് ഇൻട്രസ്റ്റ് ഇങ്ങനെ വെച്ച് പോയിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഓരോ വട്ടം കയറി വരുന്ന എമൗണ്ടുകൾക്കാണ് നെക്സ്റ്റ് ഇൻട്രസ്റ്റ് കയറി പോകുന്നത്. സോ അതിനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള ബേസിക് ആയിട്ട് വരുന്ന ചില പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് നമുക്ക് എക്സാമിനും കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുന്നത്. ഈ ടേംസ് ചോദിക്കായൊന്നുമില്ല, എന്നാലും നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു പ്രോബ്ലംസിലേക്കാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് a bank pays compound interest at the rate of rate of 5% per annum. 5% per annum. Yogi deposited a principal amount. Deposited a principal amount of rupees 5,000 in bank for 4 years. 5,000 for bank for 4 years. Find the interest that Yogi will receive. Find the interest that Yogi will receive. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഒരു ബാങ്ക് 5% റേറ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. യോഗി 5000 രൂപ 4 വർഷത്തിന് എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. അതായത് യോഗി 5000 രൂപ 4 വർഷത്തിന് ഇൻവെസ്റ്റ് ചെയ്തു. ബാങ്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് 5% ആണ്. അങ്ങനെയാണെങ്കിൽ 4 വർഷത്തിന് ശേഷം യോഗിക്ക് തിരിച്ചു കിട്ടുന്ന ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് ചോദിച്ചത്, അല്ലാതെ കോമ്പൗണ്ട് എമൗണ്ട് അല്ല. ഇൻട്രസ്റ്റിൽ മാത്രം എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് തന്ന ഡാറ്റ ഒന്ന് എടുത്ത് ചെയ്താൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്, പ്രിൻസിപ്പൽ ആയിട്ട് യോഗി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 5000 രൂപയാണ്. ടി എത്രയാണ്, N4 ആണ്. 4 വർഷത്തിനാണ് എന്ത് ചെയ്യുന്നത്, യോഗി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഐ ആയിട്ട് എന്ത് വരും, വരുന്നത് ആ ഒരു റേറ്റ് ആണ്. റേറ്റ് എത്ര വരും, 5% ആണ്. അതായത് 0.05 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 0.05. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ആദ്യം കോമ്പൗണ്ട് എമൗണ്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കോമ്പൗണ്ട് എമൗണ്ട് നിന്ന് പ്രിൻസിപ്പൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, A = P × 1 + I ⁴ ആണ്. 1 + I ⁴ n. ഓക്കെ, P എന്താ വരുന്നത്, P = 5000 × 1 + 0.05 ⁴ 1 + 0.05 ⁴ അത് വരുന്നത് 5000 ഇൻറ്റു കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. 5000 ഇൻറ്റു 1.215506 1.215506 വരും. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 6077.53
53 ആണ് കിട്ടുന്നത്. ആ ഒരു ഇതാണ് കോമ്പൗണ്ട് എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇനി ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ ആ ഇൻട്രസ്റ്റ് എത്രയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എനത്തിൽ മാത്രം എത്ര കിട്ടിയെന്ന് നോക്കണമെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് ഇൻട്രസ്റ്റ് എമൗണ്ട് അത് കണ്ടുപിടിക്കാൻ ചോദിച്ചത് ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 6077.53 ആ ഒരു 5000 മൈനസ് ചെയ്താൽ എന്ത് വരും, 1077.53 റുപ്പീസ് വരും. ഓക്കെ, ഇതായിരിക്കും യോഗിക്ക് ഇൻട്രസ്റ്റ് ഇനത്തിൽ മാത്രം കിട്ടാൻ പോകുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1077.53 റുപ്പീസ് ആയിരിക്കും. സോ ഈ രീതിയിലായിരിക്കും ഇന്ന് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് ബാക്കി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം.